പഞ്ചസാര നമുക്ക് ശരീരത്തിന് കേടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പഞ്ചസാരയ്ക്ക് പകരം നാച്ചുറൽ ആയിട്ടുള്ള ശർക്കരയും നാച്ചുറൽ ആയിട്ടുള്ള തേനും ഉപയോഗിച്ചാലോ? ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നവരും ഭക്ഷണത്തിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരും വീട്ടിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും തേനും ഇന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണോ എന്ന് വിശദീകരിച്ചു തരാം. നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം അത് രക്തത്തിൽ പഞ്ചസാര ഉയർത്തും എന്നുള്ളതാണ് ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പഞ്ചസാരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 60ആണ്. എന്നാൽ ശർക്കരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 മുതൽ 90ആണ്. അതായത് പഞ്ചസാര കഴിച്ചാൽ ശരീരത്തിൽ എത്രത്തോളം അപകടകരമായിട്ടുള്ള ഷുഗർ ലെവൽ ഉയരും എന്നതിനേക്കാൾ വളരെയധികം കൂടുതലാണ് നമ്മൾ ശർക്കര കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. 1.5 ഇരട്ടി കൂടുതലാണ്, മറക്കരുത്. എന്നാൽ നമ്മൾ തേൻ ഉപയോഗിക്കുന്ന സമയത്ത് തേനിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 50 ഉള്ളൂ. പക്ഷേ തേനിനകത്ത് ഫ്രക്ടോസ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും തേനിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഉയർന്ന അളവിൽ നമ്മൾ തേൻ കഴിക്കുന്നത് ശരീരത്തിന് അപകടകരമാണ്. കൊച്ചുകുട്ടികൾക്കെല്ലാം തേന് ഒരു സ്പൂണിൽ കോരി നൽകുന്നത് അവർക്ക് അത്യാവശ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനെല്ലാം സഹായിക്കും. എന്നാൽ ഉയർന്ന അളവിൽ തേൻ കഴിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കരളിന് നല്ലതല്ല, ശരീരത്തിനും നല്ലതല്ല. അതേപോലെ തന്നെ പഞ്ചസാരയേക്കാൾ അപകടകരമാണ് ശർക്കര എന്നുള്ളത് മറക്കാതിരിക്കുക. പലപ്പോഴും പഞ്ചസാര മാറ്റി ശർക്കര കഴിക്കുന്ന സമയത്ത് ഷുഗർ കൂടുകയും വണ്ണം കൂടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഓർത്താൽ മതിയാകും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് തേൻ നെല്ലിക്കയും തേൻ വെളുത്തുള്ളി എല്ലാം കഴിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് എന്നോട് ചോദിച്ചതാണ്, അവർക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, വെളുത്തുള്ളി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഒറ്റമൂലി, അതായത് ഒരു ഗ്ലാസ് തേൻ എടുത്ത് അതിനകത്ത് 50 അല്ലി ഇട്ട് വയ്ക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അവർ ദിവസവും 2 അല്ലി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് കൊളസ്ട്രോൾ നോക്കിയ സമയത്ത് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നുണ്ടോ? ഇവിടെ വില്ലനായത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഈ വെളുത്തുള്ളി അല്ല, പകരം തേനാണ്. തേന് ഉയർന്ന അളവിൽ ഡെയിലി എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിക്കകത്തുള്ള അല്ലിസിൻ എന്ന ഗുണകരമായിട്ടുള്ള പദാർത്ഥം നശിച്ചു പോവുകയും ചെയ്യും. ഈ തേനിനകത്തുള്ള ഷുഗർ ഉയർന്ന അളവിൽ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും, കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. കരളിന് ഇത് നല്ലതുമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യും.